കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഞാൻ ഈ കക്കിരിക്കക്ക് ഒരു കൊള്ളി കുത്തി കൊടുത്തിട്ട് ഇതിന് കുറച്ച് പോട്ടി മിക്സ് ഇതെല്ലാം ആക്കി കൊടുക്കാനാണ് പരിപാടി. കണ്ട ഇതേപോലെ കൊള്ളി കുത്തിയിട്ട് ഇതിൻ്റെ മേലെ പന്തലിൻ്റെ മേലെ കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിന് മേലെ കയറ്റിയാൽ മാത്രമേ നന്നാവുള്ളൂ, അല്ലെങ്കിൽ എല്ലാം പടന്ന് പോയി പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിവിടെ കുത്തി കൊടുക്കട്ടെ. ഇതെല്ലാം ഇവിടെ കുത്തിയിട്ട് ഇനി തോലും വളാലും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കുത്തി കൊടുക്കുക വേണ്ട. കണ്ട ഇതേപോലെ കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തിട്ട് പിന്നെ എന്നിട്ടാകുമ്പോൾ ഇനി ബാക്കിയുള്ള പണിയെടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ലോണം തോലും വളവും എല്ലാം ഇട്ടിട്ടാണ് ഉള്ളത്. ലേശം പൊട്ടി മിശ്രിതം കൂടി കുറഞ്ഞതിന് ഇട്ട് കൊടുക്കുകയും വേണം. ഒരുപാട് താലോലിങ്ങനെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കെട്ടു പോകുന്നു. അതവിടെ വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടെല്ലാം കളയാനാണ് പരിപാടി. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കെട്ടി കുത്തി കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് കുത്തി കൊടുക്കട്ടെ. ഇത് ഇവിടെ ഉള്ള തന്നെ ഉണ്ട്, കമ്പെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇതെല്ലാം കൂടി കുത്തി കൊടുക്കുകയുണ്ട്. കുത്തി കൊടുത്തിട്ട് അങ്ങ് പടത്തി കൊടുത്താൽ അവരവരെ പണിയെടുത്തോളും. കണ്ടല്ലേ, ഇതേപോലെ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞെല്ലാം കെട്ടിയ പന്തലാണ്. ഇനിയിപ്പോൾ ഇക്കെല്ലാം കൂടി ഇപ്പം കൂടി ഈ പന്തൽ കെട്ടി കൊടുക്കുക, അതിനെ അടുത്തേര് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാ. എന്നാൽ ഈ ഒരു പ്രാവശ്യം കൊണ്ട് പണിയല്ല എത്ര കഷ്ടപ്പാടുണ്ടെന്ന് അറിയാം. ഇത് ഇതേപോലെ തന്നെ ഞാനിവിടെ കെട്ടി കുടുക്കി കൊടുക്കട്ടെ. കേട്ടാ, ഇതേപോലെ ചുറ്റി ചൊറച്ചട കൊടുത്തു. അതാകുമ്പോൾ ഇതേ വലിയാകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, അധികം കെട്ടു കൊടുക്കണമെന്നില്ല. ഇനിയിപ്പോൾ ഇതാണുള്ളത്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് ഇതിന് കുത്തി കൊടുക്കട്ടെ. എന്താ ഇവിടെ കുത്തി കൊടുക്കട്ടെ. എല്ലാം ഇങ്ങനെ കുത്തി കൊടുത്ത് ആക്കിയിട്ട് വേണം നമുക്കെല്ലാം നന്നായിട്ട് കിട്ടണമെങ്കിൽ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ സമയത്ത് തന്നെ അത് പൊട്ടിപ്പോയി. ഇപ്പോൾ ഇത് പൊട്ടിപ്പോയി, സാറില്ല. വേറെ ഉണ്ട് കുത്തി കൊടുക്കുക. ഇത് കുത്തി കൊടുക്കുക. ഇതിന്മേൽ ഒരു മഴക്ക് കഴിയുമ്പോഴേക്ക് തന്നെ ഇത് പൊട്ടിപ്പോന്നു. പിന്നെ അന്നേരം പിന്നെ നമുക്ക് ഇതായിപ്പോയി. ഉണ്ടല്ലേ, ഇതിപ്പോൾ വീണ്ടും പൊരിക്കാനുണ്ട്. ഞാൻ പറിച്ചിട്ട് എടുത്തു വിട്ടു. അതാ ഇതേപോലെ കുത്തി ഞാൻ ഉറപ്പ് കൊടുക്കുമ്പോഴേക്ക് അതിന് ശക്തിയില്ല, പഴയതായില്ലേ. ഇനിയിപ്പോൾ പുതിയത് കൊണ്ട് കുത്തിയാൽ ഇതിൻ്റെ ഈ ഒരു പ്രാവശ്യം കൂടി ഇനി ഇത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ അതിൻ്റെ മേലെ പന്തൽമ കയറിയാൽ പിന്നെ പൊട്ടൊന്നും പ്രശ്നമില്ല. അതാടാ ശരിക്കും നിന്ന് കിട്ടിക്കോളും. കണ്ടില്ലേ, ഇതേപോലെ കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തിട്ട് ഇവയ്ക്ക് പടന്നു പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഇനി ചാണകവും വെള്ളവും എല്ലാം കൊടുക്കണം, എന്നാലും മാത്രമേ ഉഷാറായിട്ട് വരുമല്ലോ. ഇപ്പം എല്ലാറ്റിനും ഓരോ കൊള്ളി കുത്തി കൊടുക്കട്ടെ, എന്നിട്ട് എല്ലാം പറയാം. ഇതെല്ലാം കൊള്ളി ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന എടുക്കത്തൊക്കെ കൊള്ളി ഒരുപാടുണ്ട്. ഇത് നമുക്ക് എടുക്കുകയേ വേണ്ടു. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെയങ്ങ് ഒപ്പിച്ച് പോവും. ഇതുപോലെ ഇത് കണ്ടില്ലേ, ഇത് കക്കിരിയാണേ. കക്കിരി ഇത് കക്കിരിയാണ്. ഇത് പിന്നെ ഞാനിതിപ്പം കക്കിരിയാണ് ഇവിടെ ഇപ്പം വെച്ചിട്ടുള്ളത്. മറ്റേ താലോലിയെല്ലാം ഉണ്ടത്രേ, അത് നടാനുണ്ടത്രേ. അതിപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പം നട്ടില്ല. നടണ്ടിക്കൽ ഇത് ഈ മഴേൻ്റെ ലേശം ഒന്ന് കനം കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ നടാണ്ട് കഴിച്ചു കൂട്ടുന്നത്. കുറച്ച് മഴേൻ്റെ കനം കുറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് വിളവെടുക്കാനാകുമ്പോഴേക്ക് നല്ല വിളവെടുക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഈ മഴ തന്നെ ആയിപ്പോയാൽ കണ്ടല്ലോ വിളവ്, ആ പൂക്കൽ കായ്ക്കലും ആ മഴയത്താണെങ്കിൽ നമ്മൾ വിളവ് പോയിപ്പോവും. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ കയറ് കെട്ടി കൊടുക്കണം. അവിടെ ഒന്നും കൂടി പോകണം അല്ലേ. അതൊരു ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ ഒന്നും കൂടി ഉണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ കുത്തി കൊടുക്കട്ടെ. കേട്ടാ, ഇതേപോലെ ഇത് കണ്ട, ഇതേപോലെ ഇവിടെയും കുത്തി കൊടുക്കട്ടെ. കണ്ടല്ലോ, എന്താ നമ്മളതിൻ്റെ കൃത്യമായിട്ട് കുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ. ഇല്ല, ഇതുപോലെ കുത്തി കെട്ടി കൊടുക്കുക. ഇങ്ങനെയല്ല ഇടന്നില്ലേ. ഇനിയിപ്പോൾ എന്താ വേണ്ട വെച്ചാൽ ഇനിയിപ്പോൾ ഇത് മുഴുവൻ കെട്ടി കൊടുക്കണം. ഇത് കെട്ടിയിട്ട് ഇതിൻ്റെ മേലെ കയറ്റിയിട്ട് നമ്മൾ എന്നിട്ട് വളം കൊടുക്കുക വേണ്ടത്. തൽക്കാലം ഞാൻ ഇത് കെട്ടി കൊടുക്കുന്നു, കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ഉണ്ട് അല്ലേ.
ഇത് ഞാൻ ഇനിയിപ്പോൾ ഇതെല്ലാം കെട്ടി കൊടുക്കട്ടെ. ഉണ്ടല്ലേ ഇതേപോലെ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് ഇതിങ്ങനെ കൂട്ടിയിട്ട് ഇതിങ്ങനെ കെട്ടി കൊടുക്കുക. അതിന് ശേഷം ഇവർ പടരുമ്പോൾ നമ്മൾ മേലോട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. കെട്ടി കൊടുക്കുകയും വേണം. ഇത് ഓരോന്ന് പടരുന്നേരം നമ്മൾ മേലോട്ട് വെച്ച് കെട്ടി കൊടുക്കണം. കണ്ട ഇതുപോലെ വെച്ച് കെട്ടി കൊടുക്കണം. ഉണ്ടല്ലേ ഇതുപോലെ കെട്ടിക്കൊടുത്താൽ മാത്രമേ അവരങ്ങ് മേലോട്ട് പോകൂലൂ. അല്ലെങ്കിൽ ഉണ്ടല്ല തല കുത്തോട്ട് പോയിനാൽ പിന്നെ ആ തല നന്നാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇവര് പയ്യന്നെ നടക്കുന്നത്. അതാണ് തല കുത്തോട്ട് പോകാൻ പാടില്ല. കുത്തോട്ട് പോയാൽ പിന്നെ അവർക്ക് അതൊരു ഇതായി പോവും. തല കുത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ഉഷാറാവില്ല. അതവിടെ ചുരുണ്ടു പോവും. അപ്പോൾ എന്നാ വേണ്ടിയിട്ട് നമ്മളിത് പിന്നെ കുത്തോട്ട് പോവാതെ ഉണ്ട് നോക്കണം. എന്താ കയറ ഇത് എന്താ ഇതേപോലെ ഞാൻ ഇന്നലെ കുറച്ച് കെട്ടി കൊടുത്തിന്. അത് നിങ്ങളെ കാണിച്ചിട്ടില്ല. ഇത് വേഗം ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ കുറച്ച് കെട്ടി കൊടുത്തത്. എന്താ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കെട്ടി കൊടുത്തത്. ഇനിയിപ്പോൾ ഇതിന് കുറച്ചും കൂടി ഈ ഇതിട്ട് കൊടുക്കണം. പോട്ടി മിശ്രിതം കുറച്ച് പോട്ടി മിശ്രിതം ഇട്ട് കൊടുക്കണം. എന്നാലേ ഇത് നല്ല ശരിക്കും നിൽക്കില്ല. കുറച്ച് ഉയരം ജാസ്തിയാണുള്ളത്. അതുകൊണ്ട് എന്നാ വേണ്ട വെച്ചാൽ അതിൻ്റെ മണ്ടൊക്കെ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ശക്തിയോടെ നീണ്ട് വന്നോളൂ. മഴക്കാലല്ലേ, നമ്മളധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പച്ചക്കറി ഉണ്ടാവില്ല. വളരെ സൂക്ഷിക്കണം. ഇപ്പോഴത്തെ പച്ചക്കറിക്ക് എല്ലാം നല്ല പോലെ സൂക്ഷിക്കണം. കണ്ടില്ലേ ഇതേപോലെ നല്ല പോലെ സൂക്ഷിച്ചാൽ മാത്രമേ നല്ല പച്ചക്കറി ആയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇത് വലിയ നമ്മൾ വർഷത്തിലത്തെ വേനൽക്കാലത്തെ പോലെ കിട്ടൂലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ കിട്ടും. നോക്കാം എങ്ങനെയാ കിട്ടുന്നത് നോക്കാം. അത് നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും കിട്ടുന്നത്. ഉണ്ടാ ഇതുപോലെ നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുക. ആ തണ്ടോടുകൂടി കെട്ടിക്കൊടുത്താൽ അവരെന്ന് വെച്ചാൽ ആ വള്ളി കൊണ്ടുവന്ന് ചുറ്റി മേലോട്ട് കയറും. അവരെ തലക്കുന്ന് ഉണ്ടാകുന്ന ചൊറയുണ്ടല്ലോ, അവരെ ചൊറയിട്ട് പിടിച്ചിട്ട് അവർ മേലോട്ട് കയറിക്കോളും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാരമില്ല. അത് അവരെന്നെ ഇപ്പം അടരുന്നതിനിടയ്ക്ക് തന്നെ നമ്മളിത് കെട്ടിക്കൊടുക്കണം, കുത്തി കെട്ടിക്കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഈ പച്ചക്കറിൻ്റെ ഗുണങ്ങൾ. അത് പടരുന്നിടയ്ക്ക് നമ്മളിങ്ങനെ കെട്ടിയുടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബുദ്ധിമുട്ടായിരിക്കും പോയാൽ പിന്നെ അത് എടുത്തു വെച്ചാലൊന്നും നേരെയാവില്ല. തല പൊട്ടിയും പോയി വരും, അങ്ങനെയെല്ലാം വരും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ നട്ടു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പണി എടുത്തു കൊടുക്കണം. ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മഴക്കാലാണ്, വേനൽക്കാലല്ല. ഇനിയിപ്പോൾ പുഴു വരുന്നുണ്ടോ നോക്കണം. ഒരു മാച്ച് വരുമ്പം നമ്മൾ ഇനി അധികം ഇടയ്ക്കിടയ്ക്ക് മരുന്ന് അടിച്ച് കൊടുത്തോണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇത് ഉഷാറായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ സാധനമെല്ലാം പോയി വരും. ഇത് കണ്ടല്ലോ ഇതുപോലെ ഉണ്ടല്ലേ. ഇതുപോലെ കെട്ടിക്കൊടുക്കുക. ഇത് ആ കൊള്ളി കുത്തി കെട്ടിക്കൊടുക്കണം. എന്നാൽ മാത്രമേ ഇപ്പം നമ്മൾ ഇനി ഇവർക്ക് എന്താ വേണ്ടത്, കുറച്ച് ചാണക വെള്ളം ആണ് കൊടുക്കേണ്ടത്. അത് വേല് വരുന്ന സമയത്താണ് കൊടുക്കേണ്ടത്. മഴയുള്ള സമയത്ത് കൊടുത്താൽ അത് ചീഞ്ഞ് പോവില്ല. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ് കാണണം.